ബാറ്റ്മാന്റെ നാടായിട്ടുള്ള ഗോതം സിറ്റിയിലെ ബാറ്റ്മാന്റെ വില്ലന്മാരിൽ ഒരാളായിട്ടുള്ള പെൻഗ്വിന്റെ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സീരീസ് കാണാനിടയായി നല്ല റിവ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂസ് കേട്ടിട്ട് തന്നെയാണ് സീരീസ് കാണാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ സീരീസിൽ എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ എപ്പിസോഡ് മുതൽ നമുക്ക് തുടങ്ങാം. ഓരോ എപ്പിസോഡുകളും ഓരോ വീക്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്നതാണ്. ഗോതം സിറ്റിയിൽ തന്നെയാണ് കഥ തുടങ്ങുന്നത്. സീരീസിന്റെ തുടക്കത്തിൽ മേയർ മരിച്ചതായിട്ട് അറിയിക്കുന്നുണ്ട്. വലിയ ക്രിമിനൽ ആയിട്ടുള്ള സാൽവറ്റോർ മെറോനിയെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതും അറിയുന്നു. റിഡ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ആ സിറ്റി ഭയങ്കരമായിട്ട് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ മേയറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബ്രിയൽ പറഞ്ഞിട്ടുള്ളത് ഗോതം സിറ്റി അദ്ദേഹം പുതുപുത്തനാക്കി തരാമെന്ന് തന്നെയാണ്. പണക്കാരുടെ ഏരിയയിലേക്ക് ഒരു പ്രശ്നങ്ങളും വരുന്നില്ല, പക്ഷെ പാവപ്പെട്ടവരുടെ ഏരിയ ആയിട്ടുള്ള ക്രൗൺ പോയിന്റും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് ഭയങ്കരമായിട്ട് വയലൻസും കള്ളന്മാരുടെ ശല്യങ്ങളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരും എല്ലാം ഉള്ളത്. അവിടുത്തെ വലിയ ബോസായിട്ടുണ്ടായിരുന്ന കാർമിൻ ഫാൽക്കൺ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ആൽബർട്ടോ ഫാൽക്കോൺ ആയിരിക്കും കാർമിന്റെ സ്ഥാനത്ത് പിന്നീട് വർക്ക് ചെയ്യുക എന്നെല്ലാം തന്നെയായിരുന്നു പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഫാമിലി എംപയറിനെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ആൽബർട്ടോ ഫാൽക്കോണിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു. മറ്റൊരിടത്ത് ഓസ്വാൾഡ് കോബിൾ പോട്ട് അഥവാ നമ്മുടെ പെൻഗ്വിനെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനായ ഒരു ക്രിമിനൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ സിറ്റിയെ മുഴുവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് പെൻഗ്വിൻ. ഒരു ദിവസം പെൻഗ്വിന് മനസ്സിലാകുന്നുണ്ട് ആൾക്കാർ ആരുമില്ലാത്ത ഒരു ഫാക്ടറിയിൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് സീക്രട്ടുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അത് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫാക്ടറിയിൽ പോയി പൂട്ടെല്ലാം തന്നെ തല്ലിപ്പൊളിച്ച് അദ്ദേഹം ആ സീക്രട്ടുകൾ എടുക്കുന്നുണ്ട്. എടുത്ത ഉടനെ തന്നെ കാർമിൻ ഫാൽക്കോണിന്റെ മകനായിട്ടുള്ള ആൽബർട്ടോ ഫാൽക്കോൺ അവിടേക്ക് വരുന്നുണ്ട്. ആൽബർട്ടോ പെൻഗ്വിൻ കള്ളനാണെന്ന് വിചാരിച്ച് പെൻഗ്വിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുമുണ്ട്. ആൽബർട്ടോ എന്നിട്ട് പെൻഗ്വിനോട് തന്റെ പുതിയ പ്ലാനിനെ കുറിച്ച് പറയുന്നുണ്ട്. പവർഫുൾ ആയിട്ടുള്ള പുതിയൊരു മയക്കുമരുന്ന് താൻ ഇറക്കുന്നുണ്ട് എന്നെല്ലാം തന്നെയായിരുന്നു ആൽബർട്ടോ പറഞ്ഞത്. പക്ഷേ ഈ സംസാരത്തിന്റെ ഇടയ്ക്ക് ആൽബർട്ടോ പെൻഗ്വിനെ കളിയാക്കുന്നുണ്ട്. ഈ കളിയാക്കൽ പെൻഗ്വിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. പെൻഗ്വിൻ അതോടുകൂടി ആൽബർട്ടോയെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ആൽബർട്ടോയെ കൊന്നതിന് ശേഷം പെൻഗ്വിൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെൻഗ്വിന്റെ കാറിന്റെ ടയർ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പയ്യന്മാർ ശ്രമിക്കുന്നതും പെൻഗ്വിൻ അവരുടെ മേലേക്ക് നിറയൊഴിക്കുന്നതും കണ്ടു. അതിൽ നിന്നും ഒരു പയ്യനെ പെൻഗ്വിന് കിട്ടുകയുണ്ടായി. പെൻഗ്വിൻ ആ പയ്യനെ പേടിപ്പിച്ചുകൊണ്ട് ആ പയ്യനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് തന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. താൻ കൊന്നിട്ടുണ്ടായിരുന്ന ആൽബർട്ടോയുടെ ശവം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പയ്യനെ പെൻഗ്വിൻ ഉപയോഗിച്ചു. പെൻഗ്വിന്റെ മുഖവും പെൻഗ്വിന്റെ കയ്യിലുള്ള തോക്കും കണ്ടിട്ട് വിക്ടർ ശരിക്കും പേടിച്ചിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പെൻഗ്വിന്റെ കൂടെ വിക്ടർ താല്പര്യമില്ലാതെ കയറുകയാണ്. വിക്ടറിന്റെ ID കാർഡ് പെൻഗ്വിന്റെ കയ്യിലും വെച്ചിട്ടുണ്ടായിരുന്നു. ആൽബർട്ടോയെ കൊന്നതിന് ശേഷം ആൽബർട്ടോയുടെ ഫോൺ എടുത്തുകൊണ്ട് അതിൽ നിന്നും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പെൻഗ്വിൻ കളക്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ കാർമൻ ഫാൽക്കന്റെ എതിരാളികളായിട്ടുള്ള ഗാങ് ലീഡേഴ്സിന്റെ അടുത്തും അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള സോഫിയ ഫാൽക്കന്റെ അടുത്തേക്കും പെൻഗ്വിൻ പോകുന്നുണ്ട്. തന്റെ സഹോദരന്റെ തിരോധാനത്തിന്റെ പുറകിൽ പെൻഗ്വിൻ ആണ് എന്നുള്ളത് സോഫിയ സംശയിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധിമാനായിട്ടുള്ള പെൻഗ്വിൻ ആവട്ടെ തന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സോഫിയയുടെ സംശയം തട്ടിക്കളയുന്നുമുണ്ട്. ആൽബർട്ടോ എന്തോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടായിരുന്നു സോഫിയയുടെ മൈൻഡ് പെൻഗ്വിൻ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രത്തോളം ക്രൂരനായിട്ടുള്ള പെൻഗ്വിനെ കാണിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നല്ലൊരു വശം കൂടി ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. തന്റെ രോഗിയായ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് പെൻഗ്വിൻ അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ആ സമയത്തും തന്റെ സാമ്രാജ്യം എങ്ങനെയൊക്കെ വലുതാക്കണം എന്നുള്ളതായിരുന്നു പെൻഗ്വിൻ വിചാരിച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ സമയത്തൊന്നും തന്നെ വിക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പയ്യനെ പെൻഗ്വിൻ വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. പെൻഗ്വിൻ എപ്പോഴും അയാളുടെ കൂടെ തന്നെ ആ പയ്യനെ കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ഗോതം സിറ്റി അഴിമതിയിലേക്കും അക്രമത്തിലേക്കും വലുതായിട്ട് പോകുന്ന സമയത്ത് പെൻഗ്വിൻ അതിന്റെ എല്ലാം തന്നെ മുകളിൽ കയറിയിട്ട് ക്രിമിനലുകളുടെ ഏറ്റവും വലിയ ക്രിമിനലായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ വലിയ ഡോണുകളും സോഫിയ ഫാൽക്കണും എല്ലാവരും ഉണ്ടായിട്ടും ഇതിൽ നിന്നെല്ലാം തന്നെ മാറിയിട്ട് എങ്ങനെ ഏറ്റവും വലിയ ക്രിമിനലായിട്ട് മാറാം അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡോണായിട്ട് മാറാം എന്ന് തന്നെയാണ് പെൻഗ്വിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഒരുപാട് നുണയുടെ കെട്ടുകളുമായിട്ടായിരുന്നു പെൻഗ്വിൻ നടന്നിട്ടുണ്ടായിരുന്നത്. ആ നുണകൾ പറഞ്ഞിട്ടായിരുന്നു ഓരോരുത്തരെയും പെൻഗ്വിൻ കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പെൻഗ്വിന്റെ അമ്മയായിട്ടുള്ള ഫ്രാൻസിസ് വിക്ടറിനെ കണ്ടപ്പോൾ ഒച്ച വെക്കുന്നുണ്ട്. ആ സമയത്ത് പെൻഗ്വിൻ പറയുന്നുണ്ട് വിക്ടർ എന്റെ കൂടെയുള്ള ആളാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ പെൻഗ്വിന്റെ അമ്മയായിട്ടുള്ള ഫ്രാൻസിസ് തനിക്ക് ഈ പയ്യനെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അവൻ അനാദരവ് കാണിക്കുന്നുണ്ട് എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പ്രഷർ കൂടി വന്ന സമയത്ത് പെൻഗ്വിൻ അവിടെ സമ്മതിക്കുന്നു ആൽബർട്ടോ ഫാൽക്കോണിനെ താൻ കൊന്നിട്ടുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ അമ്മയുടെ സ്വരം മാറി. നീ ശക്തിയുടെ പാതയിൽ തന്നെയാണ് നിൽക്കുന്നത്, ഗോതം സിറ്റിയെ നിയന്ത്രിക്കാൻ ഇനി നിനക്ക് കഴിയുമെന്നെല്ലാം തന്നെ പറഞ്ഞ് ആ അമ്മ തന്റെ സ്വരം മാറ്റിയിട്ട് സംസാരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം പെൻഗ്വിൻ വിക്ടറിനെ ഒരു പ്രധാന ജോലി ഏൽപ്പിക്കുന്നുണ്ട്. ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വിക്ടർ മടിക്കുന്ന സമയത്ത് വിക്ടറിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ആ ജോലി താൻ തന്നെ ഏറ്റെടുക്കാമെന്ന് വിക്ടറിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു പെൻഗ്വിൻ. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന സാൽവറ്റോർ മറോണിയെ ജയിലിൽ പോയി കാണുകയാണ് പെൻഗ്വിൻ. ഫാൽക്കൺ ഫാമിലിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം എന്നുള്ളത് സാൽവറ്റോർ മറോണിയോട് പറയുന്നുണ്ട്. ഫാൽക്കൺ ഫാമിലിയിലെ ആൽബർട്ടോ ഫാൽക്കൺ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാര്യങ്ങളെല്ലാം തന്നെ സാൽവറ്റോറോട് സംസാരിക്കുന്നുമുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്ന് അവരെ മുഴുവൻ കൊള്ളയടിക്കാം എന്നുള്ളത് പെൻഗ്വിൻ പറഞ്ഞു. ആദ്യം വിസമ്മതിച്ച
സമ്മതിച്ചെങ്കിലും ആൽബർട്ടോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മോതിരം എടുത്തുകൊണ്ട് പെൻഗിൻ സാൽവട്ടോറിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറം ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടി പറഞ്ഞിട്ടായിരുന്നു പെൻഗിൻ അവിടെ നിന്നും പോയത്. ഈ സമയം തന്റെ സഹോദരന്റെ മരണത്തിൽ പെൻഗിന് പങ്കുണ്ടെന്ന് സംശയിക്കുന്ന സോഫിയ ഫാൽക്കൺ പെൻഗിനെ പതിയിരുന്നു പിടിക്കുന്നു. ഒരു ചേസിംഗ് സീനെല്ലാം തന്നെ ഇതിലൂടെ കാണുന്നുണ്ട്. അതിനുശേഷമായിരുന്നു പെൻഗിനെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിടിക്കുക മാത്രമല്ല സോഫിയയുടെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഒരുപാട് വേദന സഹിച്ചിട്ടും താനല്ല ആൽബർട്ടോയുടെ തിരോധാനത്തിന് പിന്നിൽ എന്നുള്ളത് തന്നെയായിരുന്നു പെൻഗിൻ പറഞ്ഞത്. ഏറ്റവും അവസാനം സോഫിയ ചോദിക്കുന്നുണ്ട്, എന്റെ ബ്രദർ ഇപ്പോഴും ജീവനോടെയുണ്ടോ അതോ മരണപ്പെട്ടോ എന്നുള്ളത്. അങ്ങനെ പെൻഗിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു സോഫിയയുടെ വീട്ടിലേക്ക് ഒരു കാർ ഇടിച്ചു കയറിയിട്ടുണ്ടായിരുന്നത്. സോഫിയ ഓടി ചെല്ലുന്ന സമയത്ത് ആ ഒരു കാറിൽ ആരെയും കാണുന്നില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കാർ തന്നെയായിരുന്നു. ആ കാറിന്റെ ഡിക്കി തുറന്ന സമയത്ത് അതിൽ ആൽബർട്ടോയുടെ ജഡം കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്ന സോഫിയ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആൽബർട്ടോയുടെ ചെറിയ വിരൽ മുറിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആൽബർട്ടോയുടെ മോതിരം കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു വിരലായിരുന്നു മുറിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിരലിൽ കിടന്നിട്ടുണ്ടായിരുന്ന മോതിരം ശരിക്കും എടുത്തിട്ടുണ്ടായിരുന്നത് പെൻഗിൻ തന്നെയായിരുന്നു. പക്ഷേ പെൻഗിൻ ആ ഒരു മോതിരം കൊണ്ടുപോയിട്ട് സാൽവട്ടോറിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു കാറിന്റെ ഡിക്കിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പേ ബാക്ക് എന്നുള്ളത്. അതായത് ഫാൽക്കൺ ഫാമിലി സാൽവട്ടോറിനെതിരെ ചെയ്തതിന് സാൽവട്ടോർ പ്രതികാരം ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു പെൻഗിൻ അത് വരുത്തി തീർത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം തന്നെ വിക്ടർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പെൻഗിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത പെൻഗിൻ ഇവരുടെ സംശയ വലയത്തിൽ നിന്നും പുറത്താവുകയുണ്ടായി. പെൻഗിനെ അവർ പുറത്തു വിടുകയുണ്ടായി. പിന്നീട് പെൻഗിൻ വിക്ടറിനെ കണ്ട സമയത്ത്, നിന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ, നീ ഇത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഇപ്പോൾ ഇത്ര മാത്രമേ കഴിഞ്ഞുള്ളൂ, ഒരു വിരൽ മാത്രമേ മുറിക്കാൻ കഴിഞ്ഞുള്ളൂ, ഞാൻ തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ എന്നെല്ലാം തന്നെയായിരുന്നു വിക്ടർ അവിടെ പറഞ്ഞത്. പക്ഷെ എന്നാലും നീ ഇത്രയെങ്കിലും ചെയ്തല്ലോ എന്നെല്ലാം തന്നെ പറഞ്ഞ് വിക്ടറിനെ അഭിനന്ദിക്കുന്ന പെൻഗിനെ നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം ഇവർ രണ്ടുപേരും കൂടി ടീമായിട്ടുണ്ട്. പെൻഗിൻ, ഇനി നിന്നെ എൻ്റെ കൂടെ തന്നെയായിരിക്കും ഞാൻ കൊണ്ടുപോവുക എന്നുള്ളതും കൂടി വിക്ടറിനോട് പറയുന്നുണ്ട്. അവിടെയായിരുന്നു ഒന്നാമത്തെ എപ്പിസോഡ് അവസാനിച്ചത്. ഇനി അടുത്തതായിട്ട് വരുന്ന എപ്പിസോഡിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഇനി എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും കണ്ടു നോക്കാം. നിങ്ങളും വന്നോളൂ, നമുക്ക് ഒരുമിച്ച് കാണാം.